അടുത്ത ആഴ്ച മോടെ കല്യാണോ? അയ്യോ 2 ദിവസം ഞാൻ പണിയെ തീർത്ത് തരത്തില്ലയോ? കഴിഞ്ഞ 3 മാസമായിട്ട് നീ ഇതാ പറഞ്ഞോണ്ടിരിക്കുന്നത്. ഒരു കാരണവശാലും നീ എന്റെ മോനാന്നുള്ള കാര്യം കണ്ടറിയരുത്. ഇല്ല. അമ്മ ഇങ്ങോട്ട് വാ. അപ്പൊ മോനെ ആ കൊരങ്ങുമോറ നിന്റെ മോനല്ലയോ? അയ്യോ അല്ല. അതല്ല. കണ്ട്രാക്കിനെങ്ങനെ മനസ്സിലായത്? അത് നീ ഇന്നലെ ഇട്ടോണ്ട് വന്ന ഷഡ്യ അവൻ ഇന്ന് ഇട്ടേക്കുന്നത്. അമ്മ ഈ പണിക്ക് വന്നവനെ ആരും ഈ അടുക്കള കയറ്റ ഇവനെയൊക്കെ ഇറക്കി വിട്. പണിക്ക് പോടാ. പൊളക്കാനുള്ള വായേ റെഡിയാക്കി വെച്ചു. സിനിമ വിളിക്കാം. നമ്മൾ എവിടൊക്കെയാ മാസ്കിന്റെ പഠിച്ചതെന്ന് അങ്ങനെ ഓർമ്മയുണ്ടോ? നീ ഇടിച്ചേ. എന്നൊരു കാര്യം പറയട്ടെ, നമ്മളിവിടെ മാസ്കിന്റെ പഠിച്ചിട്ടില്ല. പക്ഷേ ഈ പെയിന്റ് ഇവിടെ വർക്ക് ആവത്തില്ല. നമുക്ക് വെറൈറ്റി രീതിയിലുള്ള ടെക്സ്ചർ വർക്ക് ചെയ്ത് പൊളിയാക്കിയാലോ? എടാ അപ്പൊ ഈ വീട് എന്റെയാണ്. പക്ഷെ ഈ വീടിന് പെയിന്റ് അടിക്കുന്നത് ഞങ്ങളാണ്. അതിനുള്ള ധനം നൽകിയത് ഞാനാണ്. പക്ഷെ ഞങ്ങൾ നിങ്ങൾ ഒരുപാട് ഊറ്റുന്നുണ്ട് സാർ. അതിവിടെ പറയില്ല. സോറി, ട്രെൻഡിന് പറയണ പോയപ്പോ പെയിന്റ് അടിക്കാം. നിന്റെ അടുത്ത് ചോദിക്കാറാണോ ഞാൻ ബ്രഷ് ഇട്ടൊച്ചാ? ഓ, ബ്രഷ് ഇട്ടടിക്കുമ്പോളേ ഈ ഹോൾസ് എല്ലാം അറിയില്ലേ? അതുകൊണ്ടല്ല, ഇതാവുമ്പോ 1 ദിവസം കൊണ്ട് തീരും. മറ്റേതാകുമ്പോ 3-4 ദിവസം കൊണ്ടേ തീരത്തുള്ളൂ. അതുകൊണ്ടാ. ചോരച്ച് രസം പിടിച്ചു വന്നേ. മതി, മറ്റേ ഇട്ടോലെ. മുട്ടപ്പശ്. ഇവിടെ ഇരുന്ന് പപ്സ് എന്താടാ? പപ്സ് കാണുന്നില്ലയോ? അത് അമ്മാരുടെ അടുത്ത് നിന്ന് കാണും. അപ്പൊ ഞങ്ങൾക്കുള്ള അല്ലായിരുന്നു. അയ്യടാ, പണി ചെയ്യാത്ത നിനക്കൊക്കെ എന്തിനാ ഞാൻ പപ്സ് അയച്ചു തരുന്നേ? എന്റെ മരുമോനുള്ളതായിരുന്നു. ഇപ്പൊ കൊച്ചിനെക്കാടെ മരുമോൻ ഇങ്ങോട്ട് വരും. ഞാനിപ്പോ എന്തോ എടുത്തിട്ട് കൊടുക്കും. അത് മുതലാളി ഇവിടെ ഇച്ചിരി പുട്ടിയിരിപ്പുണ്ട്. അത് കുഴച്ചിട്ടെ പെയിന്റ് അടിച്ച് തന്നാ മതിയോ? അതിങ്ങനെ കൗസല്യാ സുപ്രജാ രാമപൂർവ സന്ധ്യാ പ്രവർത്തത്തെ. അയ്യോ മുതലാളി, അടുക്കളയിൽ ഒരു കോട്ടടിക്കാണ്ട് ഞാൻ അടിച്ചിട്ട് ഇപ്പൊ വരാവേ. ഉത്തിഷ്ഠ നരശാർദൂല കർത്തവ്യം ദൈവമാന്തികം. പ്രേതമല്ല, ഞാൻ അവിടെ പെയിന്റ് അടിച്ചോണ്ടിരുന്നപ്പോഴേ ശ്രദ്ധിച്ചില്ല, ആരോട് കിടക്കുന്ന കണ്ട് പുള്ളിയും കൂടെ വെച്ച് അടിച്ചു. എന്റെ അളിയൻ. പോടാ. സ്വർണ്ണമൊക്കെ ഞങ്ങൾ വന്ന് എടുത്തോളാം. നിങ്ങൾ ധൃതി പിടിക്കേണ്ടത്. ഞങ്ങൾ അങ്ങോട്ട് വന്നോളാം. ശരി എന്നാ അങ്ങോട്ട്. സ്വർണ്ണമൊക്കെ നേരത്തെ എടുത്തു വെക്കുന്നതാണ് ബുദ്ധി. പല വീട്ടിലും പലതാ സംഭവിക്കുന്നത്. ആന്നോടാ മോനെ? ആന്ന്, പെട്ടെന്ന് മേടിക്കാൻ നോക്ക്. സ്വർണ്ണം തീർന്നു പോയാലോ? പറയാൻ പറ്റത്തില്ല. അത് ഞാൻ പോയി എടുത്തിട്ട് വരാം. ആര്യമ്പാടി ജ്വല്ലറി അവിടെ പോയിട്ട് ഡിസ്കൗണ്ട് ഉണ്ടോ? ഉണ്ട്. വെച്ചിട്ട് പോടാ. നിന്നെ എങ്ങോട്ട് കൊണ്ടുപോവാ? വേസ്റ്റ് പെയിന്റ് കളയാൻ വേണ്ടി കൊണ്ടുപോവാ. പെയിന്റ് കടത്തോ ഇല്ലയോ? എന്റെ മോൻ തന്നെ. പിന്നെ പെയിന്റ് അല്ലേ? റെഡി, ഞാൻ എടുത്തോണ്ട് വരാം. ഈ സാധനങ്ങളെല്ലാം പറക്കിയെടുത്ത് വെളിയാക്കണമല്ലോ. എനിക്ക് കല്യാണം വേണ്ട, എനിക്ക് ചേട്ടൻ്റെ കൂടെ വന്നാൽ മതി. എങ്ങനെ ചേട്ടൻ എന്നെ ഇവിടെ നിന്ന് ചാടിച്ചോണ്ട് പോ. അതിനല്ലേ മോളെ പെയിന്റ് എന്ന വാചവേഷത്തിൽ ഞാൻ ഇങ്ങോട്ട് വന്നത്. എനിക്ക് എന്റെ ചേട്ടനില്ല ഒരു നിമിഷം പറ്റത്തില്ല. ഈ കല്യാണം വരെ നിന്നെ ഇവിടെ പിടിച്ചു നിർത്തിയാണ് ഒരു കാരണമുണ്ട് മോളെ. ആണ്ടെ
അടുത്തത് ആ റൂം വേണം പെയിന്റ് അടിക്കാനെ. അതിനകത്ത് സ്ഥാനങ്ങളെല്ലാം മാറ്റി വെച്ചിട്ട് വേണം എല്ലാം പെയിന്റ് അടിക്കാൻ കേട്ടോ. ചേട്ടാ ആ റൂമിനകത്തിലെ സ്വർണ്ണമൊക്കെ ഇരിക്കുന്നേ. അല്ല എങ്ങനെ പുറത്തെടുക്കാനാ പ്ലാൻ? ചേട്ടാ കൊച്ചിനെ കാണുന്നില്ല, ഒളിച്ചോടിയത് ഉറപ്പാ. അവൾ ആരാണ്ടോടായിട്ട് ഫോണിൽ സംസാരിക്കുന്നത് ഞാൻ കേട്ടതാ. ദൈവമേ ചതിച്ചോ. ഏത് നായിന്റെ മോന്റെ മോനാണെങ്കിലും അവനെ ഞാൻ വിളിച്ചോണ്ട് വരും. അങ്ങനെ ഞാൻ പെയിന്റ് അടിക്കുന്ന വീട്ടിൽ അങ്ങനെ കല്യാണം നടക്കാതിരിക്കണ്ട. അപ്പോനാ നിങ്ങളുടെ മോനും ആ കൊച്ചു അങ്ങോട്ട് പോന്നെ ഞാൻ കണ്ടു. ഇത് ഞാനും കണ്ടായിരുന്നു. ചോദിച്ചപ്പോഴേ കൊച്ചിന് മേക്കപ്പ് ഇടാൻ കൂട്ടുപോകുന്നാ പറഞ്ഞേ. എന്നിട്ട് നീ എന്താ ചെയ്തടാ? ഞാൻ എന്റെ ബൈക്കിന് താക്കോലും കൊടുത്താ വിട്ടെ. എങ്ങനെയുണ്ട് ചേട്ടാ സ്വർണവും കല്യാണ തുണി ഒന്നും കാണുന്നില്ല. ആ റൂമിനകത്തിലെ സ്വർണ്ണമൊക്കെ ഇരിക്കുന്നേ. അല്ല എങ്ങനെ പുറത്തെടുക്കാനാ പ്ലാൻ? നിന്നെ എങ്ങോട്ട് കൊണ്ടുപോവാ? വേസ്റ്റ് പെയിന്റ് കളയാൻ വേണ്ടി കൊണ്ടുപോവാ. വീണ്ടല്ലേ ഞാൻ എടുത്തോണ്ട് വരാം. ഓ ഐഡിയ. പണിയൊക്കെ ഉഷാറായിട്ടുണ്ടല്ലോ. ഞാൻ പോയപ്പോ എങ്ങനെയാണോ അതുപോലെ തന്നെ ഉണ്ട്. അതെ കുറച്ച് പൈസക്ക് ആവശ്യമുണ്ട്, പോയി മേടിച്ചിട്ട് വരട്ടെ. കിട്ടും ആണോ? എന്നാ പോയി മേടിച്ചിട്ട് വരട്ടെ കയ്യോടെ. അപ്പോനെ 2 ദിവസത്തെ സാലറി വേണോ പറഞ്ഞ നേരത്തെ മുതലാളി എടുത്ത് പറഞ്ഞ് സെറ്റാക്കി തരാം കേട്ടോ. ഇവിടെ അങ്ങനെ പറയല്ലേ, സെറ്റാക്കാം. പ്രസാദോ പിന്നെ ഇന്നത്തെ ശമ്പളം നമുക്ക് ഉച്ചയ്ക്ക് മുമ്പിൽ തരണം. കുറച്ച് അത്യാവശ്യങ്ങളുണ്ട്. ആ ചെറുക്കന്റെ പൈസയോ? ചെറുക്കന്റെ പൈസ ആണ് വേണ്ട, അവനാണ് ഇന്നത്തെ മെയിൻ പണിക്കാൻ. അവനെ ഒരു തച്ചിന് 3000 നമ്മൾ കൊടുക്കാൻ പോകുന്നത്. കൈയോട് ഇപ്പൊ ചൂടായിട്ട് അതെ, നമ്മള് ബന്ധുക്കളായ സ്ഥിതിക്ക് ഈ കൊടുക്കൽ വാങ്ങല് എങ്ങനെ കുനിഞ്ഞിരിക്കും. നിങ്ങളുടെ കുടുംബക്കാരൊക്കെ കുഞ്ഞിരിക്കുമ്പോൾ എന്റെ കാര്യമായിട്ട് സംസാരിക്കണം. കോൺട്രാക്ട് വഴിയുടെ മാത്രമേ നമ്മൾ സംസാരിച്ചിട്ടുള്ളൂ. സ്ത്രീധനത്തിന്റെ 10% എനിക്കുള്ള, കാരണം ഞാൻ ആ ചെറുക്കനെ കണ്ടുപിടിച്ചു കൊടുത്തത്. എന്ന് വേണേ ഞാൻ ഇവിടെ കടന്നോളാം.